നമസ്കാരം. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഇതിപ്പം എന്താ പറയുക, ഗാന്ധാരി അമ്മൻ കോവിൽ റോഡാണ്. തമ്മാനൂരിൽ നിന്ന് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ തമ്മാനൂരിൽ നിന്ന് ഗാന്ധാരി അമ്മൻ കോവിലേക്ക് വരുമ്പോൾ പ്രശസ്തമായൊരു ഹോട്ടലുണ്ട്. കണ്ടാൽ ആ ഒരു പഴമയുടെ ദൃശ്യം നമുക്ക് കാണാം. ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മുടെ അബ്ദുൽ കലാം ആസാദ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് സ്ഥിരമായി കഞ്ഞി കുടിച്ചിരുന്ന സ്ഥലമാണ്. അദ്ദേഹം പ്രസിഡൻ്റ് ആകുന്നതിന് മുന്നേ സ്ഥിരമായി ISROയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന, അതായത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണിത്. അതിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. അതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും വളരെ എന്താ പറയുക, ഒരു 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 ശരിക്കും പറഞ്ഞ ഒരു ക്ലാസിക് ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പഴമയുടെ പുതുമയുടെ ഇത്. ആ ഓണർക്ക് 90 വയസ്സായി. ആ മാനേജർക്ക്, പുള്ളിയുടെ മരുമകനാണ്. പുള്ളി 25 വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നതാണ്. നല്ല പ്രശാന്ത സുന്ദരമായ, നല്ല സൗമ്യ സുന്ദരവും അടിപൊളി, ശരിക്കും പറഞ്ഞാൽ എന്താണ്, സൂപ്പർ സ്ഥലമാണ് കേട്ടോ അവിടെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ല എന്നതൊരു ഒരു 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 അത്രയേ ഉള്ളൂ. പക്ഷേ സൂപ്പർ സ്ഥലം. നേരെ കഴിഞ്ഞാൽ വലത്തോട്ട് വിട്ടാൽ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലെത്തും. ഇടത്തോട്ട് വിട്ടാൽ നേരെ എവിടെ എത്തി, തമ്പാനൂരെത്തും. അപ്പോൾ ഈ പോയിൻ്റ് മറക്കണ്ട. ഗാന്ധാരി അമ്മൻ കോവിൽ, പുത്തൻ ചന്ത, തിരുവനന്തപുരമാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കാണാം.